നമ്മുടെ കടയിലെ കുറച്ച് പൂത്ത ഷീറ്റ് ഇരിപ്പുണ്ടേ. അപ്പോൾ അങ്ങനത്തെ പൂത്ത ഷീറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അവർക്കുള്ളൊരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ ഒരു സെറ്റപ്പിൽ അങ്ങ് ഇട്ടേക്കും. ടാങ്ക് ഉണ്ട്, ഈ ടാങ്കിൽ നിറയെ വെള്ളമൊക്കെ ആക്കിയിട്ട് അതിനകത്ത് അവരെ കുറേ നേരം നനഞ്ഞ് കുതിരാൻ വേണ്ടി ഇടും. നനഞ്ഞ് കുതിർന്നതിന് ശേഷം നല്ല കട്ടിയുള്ള ബ്രഷ് വെച്ച് അത് എടുത്ത് കഴുകി അതിൻ്റെ പൂപ്പലെല്ലാം കളയും. കുറേ ഒരു 1-2 മണിക്കൂർ ഇങ്ങനെ നനഞ്ഞ് കുതിരാനിട്ടിട്ട് ഈ കട്ടിയുള്ള ബ്രഷ് ഉണ്ട്, അതിൻ്റെ നാര് നോക്കിയേ, എത്ര നല്ല കട്ടിയാണെന്നറിയോ. അത് നല്ല എന്ത് കട്ടിയുള്ള പൂപ്പലാണേലും ഈ നാര് കൊണ്ട് കൈ കൊണ്ട് ഉരച്ച് കഴിയുമ്പോൾ പോകും. അങ്ങനെ കഴുകി കുട്ടപ്പനാകും. ആ മഞ്ഞ കളർ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, അതതിൻ്റെ പൂപ്പല. അപ്പോൾ പൂപ്പല ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉണക്കുമ്പോഴത്തേക്ക് നമ്മുടെ റബ്ബർ ഷീറ്റിൻ്റെ ഗ്രേഡ് കുറയും. ഗ്രേഡ് കുറഞ്ഞാൽ എന്നാ പറ്റുക, നമുക്ക് കിട്ടാനുള്ള പൈസയും കുറയും. അതാർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ലോ. അപ്പം നമ്മളിതിനെ നമുക്ക് നേരത്തെ ഉണ്ടല്ലോ ഒരു മെഷീൻ ഉണ്ടായിരുന്നു ഇത് കഴുകാൻ വേണ്ടി, പക്ഷെ അതിപ്പം കട്ടപ്പുറത്തായി കൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു കാര്യമില്ല. ഇപ്പോൾ വീണ്ടും നമ്മൾ കൈകൊണ്ട് തന്നെ കഴുകണം, എന്നാലേ നമുക്ക് ഇതുപോലെ കുട്ടപ്പനാക്കി ഷീറ്റിനെ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുട്ടപ്പനാക്കി ഷീറ്റുകളാണ് ഈ കിടക്കുന്നത്. കുട്ടപ്പനാക്കി ഷീറ്റുകളെ നമ്മൾ വെള്ളം കളയാൻ വേണ്ടി അയലിട്ട് ഉണക്കിയിട്ട്, കണ്ടോ ആ മഞ്ഞ കളർ കണ്ടോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൂപ്പൽ. കണ്ടോ ആ മഞ്ഞ കളർ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതാണ് പൂപ്പൽ. അത് ഇച്ചിരി ഡേഞ്ചറസ് സാധനമാണ്. നല്ലതായിട്ട് ഇങ്ങനെ ഉരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരും. അത് അതിൻ്റെ ആ വെള്ളവും പൂപ്പലിൻ്റെയും കൂടെ ഒരു മിക്സാണ് ഇങ്ങനെ പോകുന്നത്. കണ്ടോ, എന്നിട്ട് കുട്ടപ്പനാക്കി ഷീറ്റിനെ വെള്ളം കളഞ്ഞ് നമ്മുടെ പുകപ്പേർ കൊണ്ട്